ചെയ്യാത്തത്. മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവും കസ്റ്റഡിയിലായി. ചെന്നൈയിലെ എന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാൾക്ക് ലഹരിക്കടത്തുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, പോലീസിന്റെ റഡാറിൽ ഉണ്ടായിരുന്നോ ഇദ്ദേഹവും? ഈ ലഹരിക്കടത്തിൽ ഇയാളുടെ പങ്കെന്താണ്? ആര്യ, ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അറസ്റ്റാണ് എക്സൈസ് നിലവിൽ നടത്തിയിരിക്കുന്നത്. ഇയാളുടെ പങ്ക് തസ്ലിമയുടെ ഭർത്താവാണ്. ഇയാളാണ് മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് പിടികൂടിയതെന്നുകൊണ്ട് അവിടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ സംസ്ഥാനത്തേക്ക് എത്തിക്കാനാവൂ. ഇയാളുടെ പാസ്പോർട്ട് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇയാളുടെ വിദേശ യാത്ര മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മരുന്ന് നിർമ്മാണത്തിനും മറ്റുമായി ലൈസൻസോടുകൂടി കൃഷി ചെയ്യുന്ന കഞ്ചാവാണ് ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ്. ഇതാണ് കേരളത്തിൽ എത്തിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. തസ്ലിമയും ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ്. ഇരുവരും നിലവിൽ റിമാൻഡിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സിനിമാ നടന്മാരുടെയൊക്കെ പേര് ഉയർന്നിരുന്നു. നിലവിൽ അവരെ ആരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തെളിവ് എക്സൈസിൻ്റെ പക്കലില്ല. കഴിഞ്ഞ ദിവസം ജില്ലയിൽ വ്യാപകമായി മുന്തിയ റിസോർട്ടിലടക്കം എക്സൈസ് പരിശോധന നടത്തിയത് കഞ്ചാവ് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തുടരന്വേഷണം ശരിയായ രീതിയിൽ വേഗതയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.